ബി.ജെ.പി. കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ചിട്ട് വിറപ്പിച്ചിട്ടിതാ മണിക്കൂറുകളാകുന്നേയുള്ളൂ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചുവെങ്കിലും അതിന്റെ അലയൊലികൾ ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ക്ഷീണം പല രീതിയിൽ തീർക്കുകയാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ. RSS സൈദ്ധാന്തികനായ TG മോഹൻദാസ് ഈ സമരക്കാരെ അധിക്ഷേപിച്ച് അപമാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം യൂട്യൂബ് വീഡിയോയിലൂടെയാണ് അധിക്ഷേപ പരാമർശം നടത്തിയിട്ടുള്ളത്. അവിടെ സമരം ചെയ്യുന്നത് ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് എന്നാണ് അദ്ദേഹം ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞില്ല, എനിക്കാണ് ഈ സമരം ഒത്തുതീർപ്പാക്കാൻ ഒരു ശ്രമം കിട്ടിയതെങ്കിൽ താൻ ആ ജന്തർ മന്ദറിന് ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ കർഫ്യൂ അങ്ങ് പ്രഖ്യാപിക്കും. എന്നിട്ട് വെടിവെക്കാനുള്ള ഉത്തരവിടും. അതിൽ കുറെ പേർ മരിച്ചു വീഴും, കുറെ പേർ ഓടി രക്ഷപ്പെടും. മരിച്ചവരുടെ ശവം എടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റും. ആ രീതിയിലുള്ള പ്രതികരണമാണ് TG മോഹൻദാസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇങ്ങനെ കരഞ്ഞു തീർക്കുകയാണ് അവരുടെ ഈ വിഷമം, ക്ഷീണം എന്നതാണ് നമ്മൾ അടുത്തത് പരിശോധിക്കുന്നത്. എങ്ങനെ കാണണം TG മോഹൻദാസിന്റെ പ്രതികരണത്തെ? അവയോടെ തള്ളിക്കളയുക എന്നാൽ അത് മറ്റെന്താണ് ചെയ്യേണ്ടത്? TG മോഹൻദാസിന്റെ 2-3 വീഡിയോ ഞാൻ കണ്ടു. ഈ ഒരു പത്രിക എന്ന പേരിലൊരു യൂട്യൂബ് ചാനലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ ഈ വെടിവെക്കണമെന്ന് പറയാൻ മാത്രമല്ല, ഇത് ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വരുന്ന പെൺകുട്ടികളൊക്കെ ക്ലീവേജ് കാണുന്ന ഡ്രസ്സാണ് ഇടുന്നത്. അങ്ങനെ കുറച്ച് വളരെ ഇഷ്ടപ്പെടുന്നവരാണ് അവിടെ വന്നത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് അവരൊക്കെ ബലാത്സംഗം ചെയ്യണം. പ്രത്യേകിച്ച് ഇടത് പുരോഗമനക്കാർ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ എനിക്കത് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ള ആദ്യം ആലോചിച്ചപ്പോൾ. പുള്ളി വളരെ കൂളായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് മോദിജി എന്തെങ്കിലും ചെയ്താൽ അത് നല്ലതിനായിരിക്കും എന്ന് ഈ പറയുന്ന അന്ധഭക്തരെ പറഞ്ഞു ബോധിപ്പിക്കുകയാണ്. അത് ഈ സമരം ഒത്തുതീർപ്പാക്കിയതിൽ ഈ സംഘ എക്കോസിസ്റ്റത്തിനകത്ത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട്. മോദി അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, മോദിയെപ്പോലെ ഒരാൾ ഒരു സമരത്തിന് കീഴടങ്ങാൻ പാടില്ലല്ലോ, അങ്ങനെ ചെയ്തതിൽ വലിയ തോതിലുള്ള രോഷമുണ്ട്. അപ്പോൾ ആ രോഷം അടക്കാനുള്ള പണിയാണ് BJP ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ തലവനായിരുന്ന അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമിത്ഷാ എന്തെങ്കിലും മിണ്ടിയോ നിങ്ങൾ ശ്രദ്ധിച്ചോ? അമിത്ഷാ മിണ്ടിയില്ലല്ലോ. അതിന് ചില കാരണങ്ങളുണ്ട്. അതായത് ചില സമയത്ത് നമുക്ക് തോന്നും അത് വിഡ്ഢിത്തരമാണെന്ന് തോന്നും, പക്ഷേ അവരുടെ പൊസിഷനിൽ നോക്കുമ്പോൾ അത് ശരിയായിരിക്കും. ഇനി കണ്ടോ, ഇവരെയൊക്കെ പൂട്ടും, ഇവരെയൊക്കെ ഡിറ്റക്ഷൻ ക്യാമറ വെച്ച് ഇവർക്കൊക്കെ കേസ് വരും, പാസ്പോർട്ട് കിട്ടില്ല, അവരെയൊക്കെ ഭാവി പോവും, എല്ലാത്തിനെയും കാണിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ പറയുന്ന പൊള്ളി നിൽക്കുന്ന മിത്രങ്ങൾക്ക് ആശ്വാസം പകരുന്ന ബാമ്പ് പുരട്ടുന്ന പണിയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിനിടയ്ക്കാണ് ഇത് ഇദ്ദേഹം പറയുന്നത്. ഇതെങ്ങനെ ഡാഡി അറിഞ്ഞാലുണ്ടല്ലോ, അത് തന്നെ ആ സാധനം. അപ്പോൾ ഇതിൽ ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? വെടിവെച്ച് കൊല്ലുമായിരുന്നു. അമിത്ഷായും മോദിജി അത് ചെയ്തില്ല എന്ന രോദനമാണ് ആ പറയുന്നത്. ഞാനാണ് എന്ത് ചെയ്യണം, മാരെയൊക്കെ വെടിവെച്ച് വന്നിട്ട് ശവമെടുത്ത് മാറ്റുമായിരുന്നു. ഇതിൽ ഒരാളെ കൊല്ലുന്നതിൽ ഒരു വിഷമവുമില്ല, ആളുകൾ വെടിവെക്കുന്നതിൽ ഒരു വിഷമമൊന്നുമില്ല അദ്ദേഹത്തിന്. അതുപോലെ റേപ്പ് ചെയ്യുന്നതിലും വിഷമമില്ല. ഇത് TG മോഹൻദാസ് പറയുന്നത് അദ്ദേഹം സത്യസന്ധനായതുകൊണ്ടാണ്. അദ്ദേഹം റോ ആയിട്ട് അത് പറയുന്നതാണ്, ഒരു ഫിൽറ്ററും ഇല്ലാതെ പറയുന്നതാണ്. കാരണം സംഘപരിവാറിൻ്റെ ഐഡിയോളജി അങ്ങനെയാണ്. ഞാനത് വെറുതെ പറയുന്നതല്ല. സംഘപരിവാർ ഹിന്ദുത്വ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവായ വിനായക് സവർക്കർ, VD സവർക്കർ, അദ്ദേഹത്തിൻ്റെ 6 epochs ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. 6 ഗ്ലോറിയസ് എപ്പോക്ക്. ഗ്ലോറിയസ് ഞാൻ വിട്ട് കളഞ്ഞാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദ പെർവേർട്ടഡ് ഷിവൽറി എന്ന് പറയുന്നൊരു ഹെഡിങ്ങിൽ അദ്ദേഹം പറയുകയാണ്. ഷിവൽറി എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ സ്ത്രീകളോട് കാണിക്കുന്ന മാന്യതയാണ്. പെർവേർട്ടഡ് ഷിവൽറി എന്ന് പറഞ്ഞാൽ ഒരുതരം പിഴച്ച ബഹുമാനം. അതായത് പുള്ളി പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ചരിത്രത്തിൽ ഹിന്ദു രാജാക്കന്മാർ മുഗളന്മാരുമായി നിരന്തര യുദ്ധത്തിലായിരുന്നല്ലോ. അപ്പോൾ ഈ ഹിന്ദു രാജാക്കന്മാർ എന്ത് ചെയ്യും? ഈ മുഗളന്മാരെയും മുസ്ലിം റൂളേഴ്സിനെയും തോൽപ്പിക്കുമ്പോൾ അവരുടെ ആണുങ്ങളെ കൊല്ലും, അവരെ നാണം കെടുത്തും, അവരെ എല്ലാം ചെയ്യും. പക്ഷെ പെണ്ണുങ്ങളോട് ഭയങ്കര ബഹുമാനം കാണിക്കുമായിരുന്നു. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നാണ് പുള്ളി പറഞ്ഞു വയ്ക്കുന്നത്. അതായത് സവർക്കർ പറഞ്ഞു വയ്ക്കുന്നതാണ്. അങ്ങനെ അതൊരു പെർവേർട്ടഡ് ഷിവൽറിയാണ്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് അവരെ റേപ്പ് ചെയ്യണമായിരുന്നു, ആ പെണ്ണുങ്ങളെയൊക്കെ റേപ്പ് ചെയ്യണമായിരുന്നു. ഞാൻ അങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. അത് പേഷ്വാ ഭരണകൂടം അങ്ങനെ ചെയ്തില്ല. ഇപ്പോൾ അതിന് ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് മുസ്ലിങ്ങളെ മാത്രമല്ല, ഈ പേഷ്വാ ഭരണകൂടം, മറാത്ത ഭരണകൂടമാണ് പേഷ്വാ ഭരണകൂടം പോർച്ചുഗീസുകാരുമായ യുദ്ധത്തിൽ പോർച്ചുഗീസുകാരുടെ ഗവർണറുടെ ഭാര്യയെ ഈ പേഷ്വാ സൈനികർ തട്ടിക്കൊണ്ടുപോകുന്നു, യുദ്ധം ചെയ്യുന്നു. അവരെ വളരെ ഭവ്യതയോടെ, അവരോട് വളരെ ബഹുമാനത്തോടെ പെരുമാറുന്നു, എന്നിട്ട് വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഉദാഹരണമായിട്ട് അദ്ദേഹം പുരാണത്തിൽ നിന്നൊരു ഇൻസിഡൻറ്റ് കൊണ്ടുവരികയാണ്. സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നു. രാവണൻ തട്ടിക്കൊണ്ടുപോയിട്ട് അപ്പോൾ ഇതിനെ രാവണൻ്റെ തന്നെ ദർബാറിലുള്ള ആളുകൾ വിമർശിക്കുകയാണ്, മോശമല്ലേ മറ്റൊരു പുരുഷൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെതിരെ രാവണൻ പറയുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല അങ്ങനെ എവിടെയും. പുള്ളി കോട്ട് ചെയ്യാണ് രാവണന്. അതിനിപ്പോൾ എന്താണ് പ്രശ്നം? എൻ്റെ ശത്രുവിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവന്നത് അത് പരോധർമ്മമാണ് എന്ന് രാവണൻ പറയുന്നതായിട്ട് വീർ സവർക്കർ പറയുകയാണ്.
ഞാൻ ഈ പറഞ്ഞ ഈ ഖണ്ഡിക, ഈ പുസ്തകത്തിൽ ഈ ഖണ്ഡികയ്ക്ക് മുമ്പ് വേറൊരു കാര്യം കൂടി പുള്ളി പറയുന്നുണ്ട്. എന്താണ് വേർച്യു, എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന് പുള്ളി വിശദീകരിക്കുന്നുണ്ട്. നന്മയും തിന്മയും റിലേറ്റീവാണ്. അതായത് ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന നന്മ പിന്നെ ഒരു സമയത്ത് തിന്മയായിരിക്കും. അങ്ങനെ നന്മയ്ക്കും തിന്മയ്ക്കും കേവലമായൊരർത്ഥങ്ങളില്ല. ശത്രുവിനെതിരെ നിങ്ങൾ ചെയ്യുന്നത് എന്തും ധർമ്മമാണ്. അതായത് ശത്രുവിൻ്റെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, അവരുടെ സ്വത്ത് കൊള്ളയടിക്കുക, അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലുക, ഇതെന്തും ധർമ്മമാണ് എന്നാണ് സവർക്കർ പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ സ്ത്രീകളെയും കൊല്ലണം, സ്ത്രീകളെ കൊല്ലാതെ വിടരുത് യുദ്ധത്തിൽ. എന്താ കാര്യം എന്നറിയോ? പുള്ളി പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ സ്ത്രീകൾ ജീവിച്ചിരുന്നാൽ പിന്നീട് അവർ കുട്ടികളെ പ്രസവിക്കും. അപ്പോൾ ശത്രുവിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യും? പെറ്റുപിരുകും. അതുകൊണ്ട് അവരെ കൊല്ലണം, അവരെ റേപ്പ് ചെയ്യണം, അവരുടെ സ്വത്ത് കൊള്ളയടിക്കണം. ഇത് പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുള്ള ആളാണ് വി ഡി സവർക്കർ. അപ്പോൾ ഈ ഹിന്ദുത്വ ആശയമാണ് ആര് പിൻപറ്റുന്നത്? ടി.ജി. മോഹൻദാസ് പിൻപറ്റുന്നത്. പുള്ളി പിന്നെ അതല്ലാതെ പിന്നെ എന്താ പറയുക? അപ്പോൾ ഇതിലൊരു പ്രശ്നം, ഹിന്ദുത്വമൊക്കെ അങ്ങനെ ആയിക്കോട്ടെ, അവരത് പറയട്ടെ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഒരു നിയമമുണ്ട്. ആ നിയമപ്രകാരം കേരളത്തിലും BNS ബാധകമാണ്, IPC ബാധകമാണ്. ആ നിയമപ്രകാരം ഈ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സ്ത്രീകളെ റേപ്പ് ചെയ്യണം എന്നൊരാൾ പറഞ്ഞാൽ സ്വമേധയാ കേസെടുക്കണം. സ്വമേധയാ. ഈ സംഭവം വന്നിട്ട് 2-3 ദിവസമായി ഈ വീഡിയോ വന്നിട്ട്. ഇപ്പോൾ ഇന്നാണ് അത് കൂടുതൽ സർഫസ് ചെയ്ത് വന്നു സോഷ്യൽ മീഡിയയിൽ. ആളുകൾ പറയുന്നുണ്ട് എന്താ കേസെടുക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണെങ്കിൽ ആൾക്കാർ കുറേ കൂടി രോഷാകുലരാകുമായിരുന്നു, എന്താ കേസെടുക്കാത്തതെന്നുള്ളത്. ഇപ്പോൾ ചെന്നിത്തലയാണ് ഭരിക്കുന്നത്, അത്ര രോഷം കാണുന്നില്ല. പക്ഷേ കുറേ കൂടി ജനാധിപത്യം ഉണ്ട് എന്ന് തോന്നുന്ന UDF-ൽ യൂത്ത് കോൺഗ്രസ് നേതാവ് UP ദിൽഖുഫിൽ അല്പം മുമ്പ് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. SFI കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട്, ഈ വീഡിയോ കണ്ടിട്ട് പോലീസിന് സ്വമേധയാ കേസെടുക്കാൻ തോന്നിയിട്ടില്ല ഇതുവരെ. ഈ പരാതി കിട്ടിയിട്ട് കേസെടുക്കുമോ എന്ന് നമുക്ക് കാണാം. നമ്മളതാണ് നോക്കിയിരിക്കുന്നത്. പരാതി കിട്ടിയിട്ട് പോലീസ് കേസെടുക്കുമോ ഇല്ലെന്ന് നമുക്ക് പരിശോധിക്കാം. പക്ഷേ കേസെടുക്കേണ്ട വളരെ ഗുരുതരമായ റേപ്പ് മോങ്കറിങ് എന്നാണ് പറയുന്നത്, വാർ മോങ്കറിങ് എന്ന് പറയുന്ന പോലെ റേപ്പ് മോങ്കറിങ് എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കേസെടുക്കുന്നതാണ്. കേസെടുത്തിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇവർ ഈ ഹിന്ദുത്വ ഐഡിയോളജിയിൽ ഇവർ പണ്ട് സവർക്കറും ഗോൾവാർക്കർക്ക് എഴുതി വെച്ചുകൊണ്ട് നിന്ന് ഈ യൂട്യൂബിലൊന്ന് ഛർദ്ദിക്കുകയാണ്. ഇത് കാണാനും ഇത് അടിപൊളിയാണ്, മോഹൻദാസ്ജി അടിപൊളിയായിട്ട് പറഞ്ഞു എന്ന് പറയാൻ കമൻറ്റ് ചെയ്യുന്ന അമ്മാവന്മാരെ നമുക്ക് അതിൻ്റെ ഇടയിൽ കാണാം. പലതരത്തിലുള്ള അമ്മാവന്മാരും അതിൻ്റെ ഇടയിൽ ഒന്ന് അടിപൊളി എന്ന് പറയുന്ന കമൻറ്റ് ചെയ്ത് കാണാം. ഇത് ഒരു സൊസൈറ്റിയെ തന്നെ, സൊസൈറ്റിയുടെ ധാർമ്മിക ബോധത്തെ തന്നെ ഡിഗ്രേഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ യുവതലമുറയൊന്നും കാണുന്നുണ്ടാവില്ല ഇത് കാണുന്നത്. ഈ യൂട്യൂബിൽ ഇതൊക്കെ കൺസ്യൂം ചെയ്യുന്ന കുറേ അധികം ആളുകളുണ്ട്, ആളുകളായിരിക്കും ഇത് കാണുന്നുണ്ടാവും. പക്ഷേ ഒരു സൊസൈറ്റിയെ സംബന്ധിച്ച് ഇത്തരം ക്രൈം, ഒരു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണം, പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സ്ത്രീകളെ ബലാത്സംഗം എന്ന് പറയുന്നതൊന്നും ഒരു കാര്യത്തും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കേസെടുത്ത് ആ നിയമ നടപടി മുന്നോട്ട് കൊണ്ടുപോകണം. യെസ് നിഷാദ്, സത്യത്തിൽ ഒരു സംഘപരിവാരകാരൻ്റെ യഥാർത്ഥ മനസ്സിലിരിപ്പല്ലേ ഇപ്പോൾ ടി.ജി. മോഹൻദാസിൻ്റെ ഈ വാക്കുകളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്? അത്രേ ഉള്ളൂ. സംഘപരിവാറുകാരെ നിങ്ങൾ നോക്കുക, അതിൻ്റെ ഫുൾ ടൈമേഴ്സിനെ, അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച ആളുകളെ പലരുടെ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, സിദ്ധാന്തപരമായി തന്നെ അവർ റേപ്പിനെ അനുകൂലിക്കുന്നവരാണ്. ഇപ്പോൾ ഗുജറാത്ത് വംശഹത്യ നടക്കുന്ന സമയത്ത് തെഹൽക്ക പുറത്തുവിട്ട ഒരു ഓഡിയോ ക്ലിപ്പുണ്ട്. അതിൽ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്ന മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവരെ റേപ്പ് ചെയ്തോ? അയാൾ അഭിമാനത്തോടെ പറയും, ഞാൻ അവരെ റേപ്പ് ചെയ്തു എന്ന് പറയും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അത് തെറ്റല്ലെന്ന് ചോദിക്കുമ്പോൾ, നമ്മളൊരു പഴക്കൊല ആകെ എടുത്ത് നിലത്തടിച്ച് തകർക്കാൻ പോവാണ്, അതിന് മുമ്പായിട്ട് നമ്മൾ 1-2 പഴം എടുത്ത് തിന്നില്ലേ, അതിനെന്താ തെറ്റ്? അയാൾ ചോദിക്കുകയാണ് ഒരു കുട്ടിയെ റേപ്പ് ചെയ്തതിനെക്കുറിച്ച്. എന്നിട്ട് അവൾ ചത്തോ? അടിച്ച് ഞാൻ അവളെ അച്ചാറ് പോലെ ആക്കി എന്ന് പറയുന്നുണ്ട്. അയാളുടെ ഭാര്യയൊക്കെ അടുത്ത് നിൽക്കുമ്പോഴാണ് പറയുന്ന ഓർക്കണം, അയാളുടെ ഒരു കസിനൊക്കെ നിൽക്കുമ്പോൾ. അങ്ങനെ ശത്രുവായിട്ട് ഞങ്ങൾ കാണുന്ന മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൊല്ലാം, കുഞ്ഞുങ്ങളെ കൊല്ലാം. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സംഘപരിവാറിനെ കണ്ടിട്ടുണ്ടോ? ഗുജറാത്ത് വംശഹത്യയിൽ 10,000 ആൾക്കാരെ കൊന്നു, എത്രയോ കുഞ്ഞുങ്ങളെ കൊന്നു, വെട്ടിയും കുത്തിയും കൊന്നു, എത്രയോ സ്ത്രീകളെ റേപ്പ് ചെയ്തു. തെറ്റാണെന്ന് പറഞ്ഞാൽ അത് വേണ്ടായിരുന്നു, മോശമായിപ്പോയി എന്ന് പറഞ്ഞ ഒരു സംഘപരിവാറിനെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? കാണാൻ നിങ്ങൾക്ക് പറ്റില്ല. അത് നമ്മുടെ വിരാട് രൂപമായിരുന്നു പറഞ്ഞ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ ബിൽക്കിസ് ബാനുവിൻ്റെ 3 വയസ്സുള്ള കുഞ്ഞിനെ തലയിലടിച്ച് കൊന്നു, എന്നിട്ടാണ് ബിൽക്കിസ് ബാനു റേപ്പ് ചെയ്യുന്നത്. ആ കേസിൽ പ്രതികളാക്കപ്പെട്ട ആൾക്കാരെ വെറുതെ വിട്ട് ഭരണകൂടമാണ്. ആ ഇറങ്ങി വന്നപ്പോൾ അവർക്കെല്ലാം ഹാരമണിച്ച് കാവി ലഡു വിതരണം ചെയ്ത ആൾക്കാരാണ് ഇവർ. ഇവർക്കത് ഒരു പ്രശ്നമായിട്ട് ഒരു ഘട്ടത്തിലും തോന്നുന്നില്ല. ഈ സമീപകാലത്ത് വെറുതെ പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ചാറ്റ് ബോട്ടിനോട് ചോദിച്ചു നോക്കൂ, ആ BJP നേതാക്കൾ നടത്തിയിട്ടുള്ള റേപ്പ് അനുകൂല പരാമർശങ്ങൾ ഇഷ്ടം പോലെ കിട്ടും. മഹിളാ മോർച്ചയുടെ നേതാക്കൾ നടത്തിയത്, സന്യാസിമാരെന്ന് അവകാശപ്പെടുന്നവർ നടത്തിയത്. നിങ്ങളൊരു 10 പേരുടെ ഒരു ഗ്യാങ്ങായിട്ട് ഹിന്ദുക്കൾ തിരിയുക, എന്നിട്ട് നിങ്ങൾ ഇറങ്ങുക, എന്നിട്ട് നിങ്ങൾ മുസ്ലിം പെൺകുട്ടികളെയും സഹോദരിമാരെയും അവരുടെ അമ്മമാരെയും കണ്ടാൽ പിടിച്ച് മാസ് റേപ്പ് ചെയ്യുക, എന്നിട്ട് അവരെ തൂക്കിക്കൊല്ലുക തെരുവില്ല, പഠിക്കട്ടെ അവർ പാഠം. നിങ്ങളുടെ ഹിന്ദു പെൺകുട്ടികളെ ആരെങ്കിലും നോക്കിയാൽ അപ്പോൾ തന്നെ അവൻ്റെ വീട്ടിൽ കയറി മുഴുവൻ സ്ത്രീകളെയും വലിച്ചിറക്കി റേപ്പ് ചെയ്ത് ഗർഭിണിയാക്കണം എന്ന് പറയുന്ന സന്യാസിമാരെ, നേതാക്കളെ ഇഷ്ടംപോലെ കാണാൻ പറ്റും. ഈ ഗുജറാത്ത് UP-യിലെ മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരാൾ പറഞ്ഞത്, മുസ്ലിം സ്ത്രീകളെ അവരുടെ ശവക്കല്ലറയിൽ നിന്ന് തോണ്ടിയെടുത്തുകൊണ്ടൊന്ന് റേപ്പ് ചെയ്യണം,
അത് ചെയ്യാൻ ഹിന്ദു വിവാഹിനിക്കല്ലാതെ മറ്റാർക്ക് കഴിയും എന്ന് പ്രസംഗിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അവർക്കൊരു പുതിയ കാര്യമല്ല. അവരുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് അവരുടെ ഇഷ്ടമല്ലാത്ത മതത്തെ കൈകാര്യം ചെയ്യാനുള്ള മാർഗ്ഗമാണ് അവരുടെ സ്ത്രീകളെ റേപ്പ് ചെയ്യുക. അതിലൊരു ധാർമ്മിക പ്രശ്നം അവർ കാണുന്നില്ല, അത് അവരുടെ വീരകൃത്യമായിട്ട് അവർ കാണുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 6 ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ സവർക്കർ തന്നെ പറഞ്ഞിരിക്കുകയാണ്, റേപ്പ് ചെയ്യുമോ നിങ്ങളുടെ ധർമ്മത്തിൻ്റെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് TG മോഹൻദാസ് ആവർത്തിച്ച് പറയുന്നതിൽ ഒരു തെറ്റും കാണാൻ പറ്റുന്നില്ല. പക്ഷേ കേരളത്തിൽ നിന്നത് പറയുമ്പോൾ അതിനകത്ത് എന്ത് നടപടിയെടുക്കാൻ ഭരണകൂടം ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. രണ്ടാമതൊരു പോയിന്റ്, ഇപ്പോൾ നിങ്ങൾ വെറുതെ ഫേസ്ബുക്കിലൊക്കെ പോയി നോക്കിയാലും കാണാം, പൂർണ്ണസമയ പ്രവർത്തകനൊക്കെ ആയിട്ടുള്ള സേവകനൊക്കെ ആയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള ആളുകൾ ഭയങ്കര സെക്ഷുവലി ഫ്രസ്ട്രേറ്റഡുമാണ്. എന്ത് പറഞ്ഞാലും നിങ്ങളൊരു ഫോട്ടോ ഇട്ടാലോ നിങ്ങളെന്തെങ്കിലും പറഞ്ഞാലോ നിങ്ങളെ സെക്ഷുവലി അറ്റാക്ക് ചെയ്യാൻ അവർ വരും. അത് അവരുടെ ലൈംഗിക ദാരിദ്ര്യ നിരാശയാണ്. അത് നിങ്ങൾ എത്ര പ്രായമായില്ല, ലൈംഗിക ദാരിദ്ര്യമുള്ളവർക്ക് റേപ്പിസ്റ്റുകളാണെന്നുള്ള അല്ല അങ്ങനെ പ്രശ്നമുണ്ട്. ആ വർത്താനം പറയുമ്പോഴേ ഈ വർത്താനത്തിന് അതൊരു പ്രശ്നമുണ്ടല്ലോ. നിങ്ങൾ അവിടെ വന്നിട്ടുള്ള ആളുകളുടെ മുഴുവൻ അവർ ലോക്കട്ട് ഉടുപ്പിട്ട്, ഞാൻ പറഞ്ഞ 2 പോയിന്റാണ്. ഇയാൾ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾ എടുക്കണം. അവിടെ വന്നിട്ടുള്ള പെൺകുട്ടികളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അവരുടെ വസ്ത്രധാരണത്തിലെ പ്രശ്നങ്ങളാണ്. അവർ വന്നിട്ടുള്ള വസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ ലോക്കട്ടുള്ള വസ്ത്രമാണ്, ക്ലീവേജ് കാണുന്ന വസ്ത്രമാണ്, അവിടെയുള്ള ആളുകൾ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. ഈ കാണുന്നതിനകത്തൊരു പ്രശ്നമുണ്ട്. ആ കാണുന്ന അങ്ങനെ വരുന്ന ആൾ അവരിപ്പോൾ ഏത് സമരത്തിൽ പോയി നാളെ പരിസ്ഥിതിവാദികളെ പോയി മരത്തെ കെട്ടിപ്പിടിക്കും, അപ്പോഴും അവരുടെ ലോക്കട്ട് വസ്ത്രമായിരിക്കും. ആ കാഴ്ചപ്പാടുണ്ടല്ലോ, അതിനകത്തുണ്ട് ഈ പറഞ്ഞ പ്രശ്നം. ഈ 2 പ്രശ്നമുണ്ട്. മറ്റേതെന്ന് വെച്ചാൽ സൈദ്ധാന്തികമായി തന്നെ അവരെ പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളായിട്ടുള്ള ക്രിസ്ത്യാനികൾ, അവരെ നമുക്ക് എന്തും ചെയ്യാം, അതിലാണ് അവിടെ നിൽക്കുന്നത്. മറ്റേ പ്രശ്നമുണ്ട്, എന്ത് കണ്ടാലും അവരുടെ വസ്ത്രം പ്രശ്നമാണെന്ന്, നമുക്കെതിരാണെങ്കിൽ അവരെ ഏത് നിലയ്ക്കും ആക്ഷേപിക്കാൻ തോന്നുന്ന ഒന്ന്, മറ്റൊന്നവരെ ലൈംഗികമായ ചുവയോട് ആക്ഷേപിക്കാൻ തോന്നുന്നത്, അങ്ങനെ പലതരം പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അത് മാറ്റി നിർത്താം. നമ്മൾ ഇവരിൽ നിന്ന് അങ്ങനെ നന്മയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവരിത് ചെയ്യാൻ വേണ്ടിയാണ്, ഇത് വർത്താനം പറയാൻ മാത്രമല്ല അത് ചെയ്ത പാരമ്പര്യം അവർക്കുണ്ട്. ഗുജറാത്ത് വംശഹത്യ മുതൽ ഇങ്ങോട്ടുള്ള കലാപങ്ങളുടെ ഒരു നീണ്ട നിര ഇന്ത്യയിലുണ്ട്. എടുത്തു നോക്കിയാൽ അത് ഈ പണി തന്നെ എടുത്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് അത്ഭുതമൊന്നുമില്ല. കേരളത്തിൽ ഇത് പറയുമ്പോൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു മന്ത്രി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്കറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ സംഘ്പരിവാറിൻ്റെ കടന്നുകയറ്റം തടയും എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു ഭരണകൂടം ഇവിടെ ഉള്ളത്. ഇപ്പോഴും കേസെടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ സമയത്തുണ്ടോയെന്ന് അറിയില്ല. വിവിധ സ്ഥലത്ത് നിന്ന് പരാതി വന്നു കഴിഞ്ഞു. ആ പരാതിന്മേൽ എന്ത് നടപടി സ്വീകരിക്കുന്നു? അതോ അൻസിബയുടെ പരാതിയിലേതുപോലെ പോലീസ് എഴുതി കൊടുക്കുന്ന റിപ്പോർട്ട് വായിക്കാനാണോ ഇരിക്കുന്നത്? എന്നിട്ട് പിന്നെയും ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് ഇറങ്ങുമോ? അതിറങ്ങി അതുകൊണ്ട് തീർക്കാൻ പറ്റുമെന്നുള്ള പ്ലാനിലാണല്ലോ എന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത സർക്കാരുണ്ട്. കാരണം ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സമരത്തെക്കുറിച്ചാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ആ സമരത്തിൽ കോൺഗ്രസ് ഒരു നിർണായകമായ സ്റ്റെപ്പ് എടുത്തിട്ടുള്ള സമരമാണ്. അതിനെക്കുറിച്ച് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ മുഴുവൻ സംസാരിച്ചാണ്. എല്ലാ കോൺഗ്രസ്സുകാരും ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റഡ് ആണ്. ആ പ്രശ്നത്തിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ്. TG മോഹൻദാസ് ഒരു ചില്ലറക്കാരനുമല്ല. അദ്ദേഹം ഈ ഹിന്ദുത്വ എക്കോസിസ്റ്റിലെ ഒരു വലിയ സൈദ്ധാന്തികനുമാണ്. വളരെ പോപ്പുലറായിട്ടുള്ള ആളാണ്. TV യിലൊക്കെ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ആളാണ്. സോ ഇതിനകത്ത് കേസെടുക്കുമോ അതോ TG മോഹൻദാസിൻ്റെ ജന്മദിനത്തിന് അപ്രതീക്ഷിത അതിഥിയായിട്ട് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അവിടെ പോയി നിൽക്കുമോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്ന കാര്യം. രണ്ടാമത്തേനാണ് സാധ്യത കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, എന്തായാലും വളരെ കഷ്ടം തന്നെയാണ് പറഞ്ഞത്. നോക്കൂ, ഇവിടെ കേരളത്തിൽ ഇരുന്നാണ് TG മോഹൻദാസ് ഈ രീതിയിൽ അധിക്ഷേപ പരാമർശം നടത്തിയിട്ടുള്ളത് എന്നതാണ്. പരാതി ലഭിക്കുന്നതിന് മുന്നേ തന്നെ കേസെടുക്കേണ്ടതായിരുന്നു. അത് ആദ്യ വീഡിയോ ഇറങ്ങിയപ്പോൾ തന്നെ. രണ്ടാമതും വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നിരവധി വീഡിയോകൾ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ വായടപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ നല്ലത്.